ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KGCയുടെ ബേസിക് മാത്സ് ആൻഡ് സയൻസ് എന്നുള്ള പേപ്പറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രണ്ടായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്, പാർട്ട് എ പാർട്ട് ബി എന്നുള്ളത്. പാർട്ട് എ എന്ന് പറയുന്നത് 20 മാർക്കിൻ്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസാണ്. അതിലെല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. അതിൽ 10 ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്നും, ഈ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മാത്സിൽ നിന്നും, ബാക്കി 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സയൻസിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ അടുത്ത പാർട്ട് വരുന്നത് പാർട്ട് ബി. ആ പാർട്ട് ബിയിൽ ഇതാണ് പാർട്ട് ബിയിൽ വരുന്നത്. പാർട്ട് ബിയിൽ 8 ക്വസ്റ്റ്യൻസാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. 8 ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യന് 5 മാർക്ക് വെച്ച് മൊത്തം 40 മാർക്ക്. അതിൽ 12 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ആൻസർ ചെയ്യാൻ പോകുന്നത് പാർട്ട് എയിലെ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് മൊഡ്യൂൾ 3ഉം 4ഉം ആണല്ലോ. അപ്പോൾ സയൻസിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാമാണെന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമുക്കറിയുന്ന ഒരു ജനറൽ നോളജാണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാമാണെന്നുള്ളത്. 1 കിലോഗ്രാം എത്ര ഗ്രാമാണ്? 1000 ഗ്രാമാണ്. അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1000 ഗ്രാമാണ് 1 കിലോഗ്രാം. ഇനി ഇല്ലെങ്കിൽ ഇപ്പോൾ ഇൻ കേസ് മറന്നു പോവാണ്, അങ്ങനെ ജനറൽ നോളജ് ഇല്ലെങ്കിൽ നമ്മൾ അതെന്തായാലും പഠിക്കണം. ഇനി അടുത്തത് യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, നമ്മൾ ഡിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് സെൻറ്റിമീറ്ററിൽ പറയാം, മില്ലിമീറ്ററിൽ പറയാം, മീറ്ററിൽ പറയാം, കിലോമീറ്ററിലൊക്കെ പറയാം. പക്ഷേ അതിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്, SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. ഈ ടോപ്പിക്കൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3യിലെ സിസ്റ്റം യൂണിറ്റ്സ്, യൂണിറ്റ് കൺവേർഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് മാസ് പെർ വോളിയം. മാസ് പെർ വോളിയം എന്നുള്ളത് ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി നമ്മുടെ സിലബസിലുള്ളതാണ്. ഡിഫൈൻ മാസ്, വെയിറ്റ്, വോളിയം, ഡെൻസിറ്റി, വർക്ക്, പവർ, എനർജി എന്നുള്ളത്. അപ്പോൾ അതിൽ ഡെൻസിറ്റി ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാലും ഈ ലൈൻ തന്നെ എഴുതി, ഈ ലൈൻ പഠിച്ചു വയ്ക്കാം. ദ മാസ് പെർ വോളിയം ഈസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞ് പഠിച്ചു വയ്ക്കാം, കാരണം അതൊരു ഡെഫിനീഷനാണ്. ഇനി അടുത്തത് ദ യൂണിറ്റ് ഓഫ് വർക്ക്. ഇതും അതേ ടോപ്പിക്കിൽ തന്നെ പെടുന്നതാണ്, സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ്. ഇപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് എന്താ? ജൂളാണ് വർക്കിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താ? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വെലോസിറ്റി വെലോസിറ്റി എന്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്? അതായത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ചേഞ്ചിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇത്ര ടൈമിൽ ഇത്രയും മാറുന്നു, അതിൻ്റെ ചേഞ്ചിനെയാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് പ്രവേഗം എന്നൊക്കെ പറയാം. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ചേഞ്ചിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്കിവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതിയാൽ മതി. വെലോസിറ്റി. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇൻസ്ട്രുമെൻ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഈസ് തെർമോമീറ്റർ. അതായത് ഇതിൻ്റെ ആൻസറാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇത് ഓപ്ഷനിൽ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ഇൻസ്ട്രുമെൻ്റ് ആണോ ഇത് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. എല്ലായിടത്തും നമ്മൾ പനി വന്നാലും ഇത് വന്നാലും തെർമോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിലേഷൻ തന്നെ ഓർത്താൽ മതി. ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് AC സ്റ്റാൻഡ്സ് ഫോർ നമ്മുടെ AC/DC, നമ്മുടെ സർക്യൂട്ടിൻ്റെ AC/DC എന്ന് പറയുന്നില്ലേ. AC എന്താ? ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അപ്പോൾ DC എന്താ? DC അപ്പോൾ DC എന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ടാണ്. ഇതൊരിക്കലും തെറ്റിപ്പോരുത്. DC എന്ന് പറയുന്നത്
ഡയറക്റ്റ് കറണ്ടാണ്. ഓക്കെ, ഇനി അടുത്തത് യൂണിറ്റ് ഓഫ് കറണ്ട്. എത്ര കറണ്ട് ഒരു സർക്യൂട്ടിൽ കൂടെ. ഇപ്പോൾ ഇതൊരു സർക്യൂട്ട്, ഇങ്ങനെ ഇവിടെ ഒരു ഫേസും ന്യൂട്രലും വെച്ചിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ ഇവിടെ ഒരു ബൾബ് വെച്ചിട്ട് ഇതിൽ കൂടെ കറണ്ട്, ഒരു സ്വിച്ച് ഇവിടെ ഉണ്ടെങ്കിൽ ഓക്കെ, ഒരു സ്വിച്ചും കൂടെ വെച്ച് കറണ്ട് പോവുകയാണെങ്കിൽ ഇതിൽ കൂടെ എന്ത് പോയിന്ന്, അല്ലെങ്കിൽ എത്ര വാല്യൂ ഓഫ് കറണ്ട് പോയിന്ന് നമ്മളിങ്ങനെ പറയാം, ഇത്ര ആംബിയർ കറണ്ടാണ് അതിൽ കൂടെ പോവാന്നുള്ളതല്ലേ പറയാം. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ്, കറണ്ടിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. ഇനി അടുത്തത്, ദ വോൾട്ടേജ് അക്രോസ് എ കണ്ടക്ടർ 2 volt ആൻഡ് എ കറണ്ട് 1 ampere ഫ്ലോസ് ത്രൂ ദ കണ്ടക്ടർ. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ? നമുക്കറിയാം V is equal to I into R എന്നായിരിക്കും. R is equal to V by I എന്നായിരിക്കും. I is equal to V by R എന്നായിരിക്കും. അത് നമ്മളൊരു ട്രയാങ്കിളൊക്കെ വരച്ചിട്ട് അതിൻ്റെ റിലേഷനൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഈ സബ്ജക്റ്റിൽ തന്നെ, സയൻസിൽ. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആറാണ്. അപ്പം നമുക്ക് പക്ക വായിച്ചാളെ, നമുക്കാകെ R is equal to V by I ആണ് ചെയ്യേണ്ടത്. അപ്പം ആറെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ ആണ് ആറ് ഇവിടെ തന്നിട്ടില്ല, V തന്നിട്ടുണ്ട്. ആ കണ്ടക്ടറിൻ്റെ അക്രോസ്, ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ കണ്ടക്ടറിൻ്റെ അക്രോസ് 2 volt ഉണ്ട്. ഇതിൽ കൂടെ 1 ampere ഒഴുകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ V എന്ന് പറയുന്നത് 2ഉം അതിൽ കൂടെ പോണ കറണ്ട് 1. അപ്പോൾ 2/1 എന്താ 2 എന്ന് മാത്രം എഴുതിയാൽ പോരെ, 2 ohm. ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ചിലപ്പോൾ ചുമ്മാ 2 എന്ന് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഓപ്ഷൻസ് ഇങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ A എന്ന് പറയുന്നത് 2 എന്നായിരിക്കും. B എന്നുള്ള ഓപ്ഷൻ 2 ohm എന്നായിരിക്കും. അതുപോലെ C, D എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പം ചിലപ്പം ഇത് ടിക്ക് ചെയ്യാനൊരു ടെൻഡൻസി വരും, കാരണം 2 അല്ലേ. അങ്ങനെയല്ല, 2 ohm എന്ന് ഇങ്ങനെ ഇടാം, ഇങ്ങനെ ഇടാം. അപ്പോൾ ohm എന്ന് എന്താ പറയുക, അതിൻ്റെ യൂണിറ്റുള്ള വാല്യൂ കറക്റ്റായിട്ട് പിക്ക് ചെയ്ത് എഴുതണം. അപ്പം ഇത്രയും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സയൻസിൽ 10 മാർക്ക് കിട്ടും. നമുക്ക് വേണ്ടത് 24 മാർക്ക്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ 10 മാർക്ക് കിട്ടി. ഇനി 14 മാർക്കും കൂടി ഒപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി അടുത്തത് നമുക്ക് പാർട്ട് ബിയിലേക്ക് കിടക്കാം. പാർട്ട് ബിയിൽ ആകെ ഉള്ളത് 12 ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു 6ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 7ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നോക്കിയാൽ മതിയാവും. അപ്പം എല്ലാ ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റൈറ്റ് നോട്ട് ഓൺ ദ സിസ്റ്റം യൂണിറ്റ്സിനെ കുറിച്ച് നോട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഇതിലാകെ ഒരു 4 പോയിന്റ് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഈ 4 പോയിന്റ് കറക്റ്റ് ആണെങ്കിൽ ഈ 4 പോയിന്റ് മതിയാവും, അല്ലെങ്കിൽ യൂണിറ്റ്സിനെ കുറിച്ച് കുറച്ചും കൂടി എഴുതണം. അപ്പോൾ ഇവിടെ എന്താ എഴുതിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പഠിച്ചാൽ മതി. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കറക്റ്റ് പക്ക 4 മാർക്ക് കിട്ടും എന്ന് പറയാം, അല്ല പക്ക 5 മാർക്ക് കിട്ടും എന്ന് പറയാൻ ഉറപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്തായാലും ഒരു പകുതി അതിനേക്കാളും കൂടുതൽ എന്തായാലും കിട്ടും. അപ്പോൾ ആദ്യം എഴുതാം, ദർ ആർ സെവറൽ യൂണിറ്റ് ഇൻ സയൻറ്റിഫിക് വേൾഡ്. സം ഓഫ് ദംസ് ആർ CGS സിസ്റ്റം, MKS സിസ്റ്റം, FPS സിസ്റ്റം. അപ്പം ഈ സയൻറ്റിഫിക് വേൾഡിൽ ഒരുപാട് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇൻ ദ സയൻസ് വേൾഡ്, ഈ സയൻസ് വേൾഡിൽ ഒരുപാട് യൂണിറ്റ് സിസ്റ്റം ഉണ്ട്. അതിൽ ഒന്നാണ് CGS സിസ്റ്റം, MKS സിസ്റ്റം, FPS സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ CGS സിസ്റ്റം എന്താന്ന് പറഞ്ഞു കൊടുക്കാം. അത് സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് ഉള്ള സിസ്റ്റം ആണ് CGS സിസ്റ്റം എന്ന് പറയുന്നത്. MKS സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. അപ്പോൾ ഇത് പഠിച്ചാൽ മതി. ഇനി അടുത്തത് FPS സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. ഇത്രയും വരുന്ന 3 സിസ്റ്റംസാണ് നമുക്ക് മെയിനായിട്ടുള്ളത്.
ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തോ, നല്ലതാണ്. ഇത്രയെങ്കിലും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ഒരു 4 മാർക്കോ 3 മാർക്കോ കിട്ടും. അല്ല ഇത് പക്ക അറിയുമോ ഈ 4 പോയിന്റ്, അങ്ങനെ പക്ക ഇതുപോലെ എഴുതാൻ പറ്റുമെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. ഇനി അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാസും ഉണ്ട് വെയിറ്റും ഉണ്ട്. നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും മാസ് വെയിറ്റ് എന്നുള്ളത്. അപ്പം മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ബോഡിയുടെ അതിൻ്റെ ഉള്ളിൽ എന്തോരം മാറ്റർ ഉണ്ട് എന്നുള്ളതാണ്. എമൗണ്ട് ഓഫ് മാറ്റർ, ഒരു ബോഡിയുടെ ഉള്ളിൽ എന്തോരം മാറ്ററിൻ്റെ മലയാളം വേർഡ് എന്തോരം മാറ്റർ, അതങ്ങനെ തന്നെ എഴുതിയാലും മതി. മാറ്റർ ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് മാസ് എന്ന് പറയുന്നത്. ആ മാസിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോഗ്രാമാണ്. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമാണ്. മാസ് ഒരിക്കലും പ്ലേസ് ടു പ്ലേസ് മാറില്ല. അതായത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി തൂക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറില്ല. അപ്പോൾ മാസിന് 3 പോയിന്റാണ് ഇവിടെ ഉള്ളത്. മാസ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി, ഒരു ബോഡിയിൽ എത്രത്തോളം മാറ്റർ ഉണ്ട് എന്നുള്ളതാണ് മാസ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാമിലാണ്. അതുപോലെ മാസ് ഒരു സ്ഥലത്ത് നിന്നും അടുത്ത സ്ഥലത്തേക്ക് മാറും തോറും സ്ഥലം മാറും തോറും അതിൻ്റെ വാല്യൂ മാറില്ല. അങ്ങനെയാണ് എഴുതേണ്ടത്. ഇതിന് കറക്റ്റ് മലയാളം ഡെഫിനിഷൻസ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡെഫിനിഷൻസ് പഠിച്ചാൽ മതി. ഞാൻ പറയുന്നത് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിൽ അതും എഴുതിക്കോ, കുഴപ്പമില്ല. എല്ലാ മുന്നേ മലയാളം ഡെഫിനിഷൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതി പഠിക്കാം. അത് പഠിച്ച് എഴുതാം. ഇനി അടുത്തതാണ് വെയിറ്റ്. വെയിറ്റിന് ഇതുപോലെ തന്നെ നമ്മൾ 3 പോയിന്റ് ഉണ്ട്. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോഴ്സാണ് വെയിറ്റ്. വെയിറ്റ് എന്താണ്? ഫോഴ്സാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബലം. വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ബലമാണ്. ആ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ ഗ്രാവിറ്റി മൂലമുണ്ടാവുന്ന ബലത്തിനെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഒരു ബോഡിയിൽ ഗ്രാവിറ്റി മൂലം ഉണ്ടാകുന്ന ബലത്തിനെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അതിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്താണ്? ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറും തോറും അതിൻ്റെ വെയിറ്റ് മാറും. ഇപ്പോഴത്തെ ഈ ഇലക്ട്രോണിക് സിസ്റ്റംസ് വരുന്നതിന് മുമ്പ് നമ്മൾ സ്വർണമൊക്കെ വേറെ സ്ഥലങ്ങളിൽ തൂക്കുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവലുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയില്ല. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കാരണമാണ്. ഇനി അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഡെഫിനിഷൻസിൽ നിന്ന് വരുന്നതാണ്. അതായത് നമ്മൾ സ്പീഡിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, വെലോസിറ്റിയുടെ ഡെഫിനിഷൻ പഠിച്ചു, മാസിൻ്റെ ഡെഫിനിഷൻ, ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ, വെയിറ്റിൻ്റെ ഡെഫിനിഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെഫിനിഷൻസ് തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതിയും അറ്റൻഡ് ചെയ്യാം. അപ്പം ദ ഡിഫറൻസ് ഷേറ്റ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ആണ് സ്പീഡ് എന്ന് പറയുന്നത്. 2 വാക്കുകളാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. ഇപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു പോയി, ഇവിടെ നിന്നിട്ട്, അതായത് ഇപ്പോൾ പോയിന്റ് എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ നടന്നു പോയി. അപ്പോൾ ഈ എയിൽ നിന്ന് ബിയിലേക്ക് 1 മീറ്റർ ആണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതിനേക്കാൾ നല്ലൊരു എക്സാമ്പിൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ ഇങ്ങനൊരു റൗണ്ടിൽ നടന്നു പോയി, എ ബി. ഇതിൽ ഈ എയിൽ നിന്നും ബിയിലേക്ക് ഇങ്ങനെ ഞാൻ അളന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ എയും ബിയും തമ്മിലുള്ള സ്ഥാനാന്തരത്തിനെയാണ്
ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ സ്ഥാനവും തമ്മിൽ ഒരു അന്തരം ഉണ്ടാവും. ആ സ്ഥാനാന്തരത്തിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതേ